Next question, find the maximum frequency and minimum wavelength of X-rays produced by 30 kilovolt electrons. അപ്പോൾ എക്സ്റേസിൻ്റെ പ്രൊഡക്ഷൻ അത് നമ്മളെ സിലബസിലില്ല, അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഹൈ എനർജി ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ടാണ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈ എനർജി ഇലക്ട്രോൺസ്, നല്ല കൈനറ്റിക് എനർജിയിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉപയോഗിച്ചിട്ടാണ് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 30 കിലോ വോൾട്ട് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് 30 കിലോ വോൾട്ട് മനസ്സിലായില്ല. 30 കിലോ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഇലക്ട്രോൺസ് വെച്ചാൽ ഇലക്ട്രോണിന് എത്ര എനർജി ഉണ്ടാവും? 1 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ അർത്ഥം അറിയാമോ? 1 ഇലക്ട്രോൺ വോൾട്ട് 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്കറിയാം. 1.6 × 10 - 19 ജൂളാണ്. ഈ 1 ഇലക്ട്രോൺ വോൾട്ടിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യും. ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യും. ആ ആക്സിലറേറ്റിംഗ് ഇലക്ട്രോണിൻ്റെ എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഇലക്ട്രോണിന് ഉണ്ടാവുന്ന എനർജിയാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. ഇവിടെ 30 കിലോ വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിന് ഉണ്ടാവുന്ന എനർജി എത്രയായിരിക്കും? ഇലക്ട്രോണിന് ഉണ്ടാവുന്ന എനർജി എത്രയായിരിക്കും? 30 കിലോ വോൾട്ട്. 30 × 10⁻³ 30 കിലോ വോൾട്ട് അല്ലേ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉണ്ടാവും. എങ്ങനെയാണ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഇലക്ട്രോണിന് ഉണ്ടാവുന്ന എനർജി 1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ 30 × 10⁻³ വോൾട്ടേജിൽ അല്ലേ 30 × 10⁻³ വോൾട്ടേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിന് ഉണ്ടാവുന്ന എനർജിയാണ് 30 × 10⁻³ ഇലക്ട്രോൺ വോൾട്ട്. നമ്മൾ ജൂൾസിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. 30 × 10⁻³ ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളാക്കുന്നത് എങ്ങനെയാണ്? 1.6 × 10 - 19 ആണ്. ശരിയല്ലേ? അപ്പോഴാണ് ജൂൾസിൽ കിട്ടുക. അപ്പോൾ ഒരു സിംഗിൾ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസേഴ്സ് 1 സിംഗിൾ ഫോട്ടോൺ ഓഫ് എക്സ്റേസ്. മനസ്സിലായല്ലോ? 1 സിംഗിൾ ഇലക്ട്രോൺ ക്രിയേറ്റ് 1 സിംഗിൾ ഫോട്ടോൺ ഓഫ് എക്സ്റേസ് ആണ്. അപ്പോൾ എക്സ്റേയുടെ റേഡിയേഷൻ ആണല്ലോ, അതിൻ്റെ ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് ഈ കാണുന്നത്. ഒരു ഫോട്ടോണിൻ്റെ എനർജിയാണ് ഈ കാണുന്നത്. അപ്പോൾ എനർജി ഓഫ് എ ഫോട്ടോൺ hν ആണെന്ന് അറിയാമല്ലോ. hν ആണ്, അത് ഇതാണ് അല്ലേ? ശരിയല്ലേ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30, ഞാനിത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മൾട്ടിപ്ലൈ ചെയ്യാം, × 1.6 × 10 - 19 ആണ്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി കാണണം. മാക്സിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മതി. അത് സാരില്ല, നമ്മൾ മാക്സിമം മിനിമം ഒന്നും ഇപ്പോൾ നോക്കണ്ട. ദ ഫ്രീക്വൻസി ഓഫ് ദ എക്സ്റേസ് വിൽ ബി h നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 30 × 10³ × 1.6 × 10 - 19 / h വരും. h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. 6.63 × 10 - 34. ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് 7.2 × 10⁻18 ഹെർട്സ്. 7.2 × 10⁻18 ഹെർട്സ് ആണ് ഫ്രീക്വൻസി ഓഫ് ദ എക്സ്റേസ്. കറസ്പോണ്ടിങ് വേവ് ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്കറിയാം λ × μ c ആണ് അല്ലേ? λ × μ c ആണ്. അപ്പോൾ λ എന്ത് വരും? വേവ് ലെങ്ത് ഓഫ് ദ എക്സ്റേസ് വിൽ ബി μ അങ്ങോട്ട് കൊണ്ടുപോയാൽ c/μ എന്ന് കിട്ടും. λ = c/μ. c എന്ന് പറഞ്ഞാൽ 3 × 10⁻8 ആണ്. μ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടി 7.2 × 10⁻18. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്നത് കാൽക്കുലേഷൻ പറയില്ല, 4.14 × 10⁻11 മീറ്ററാണ് വേവ് ലെങ്ത് ഓഫ് എക്സ്റേസ്.